ആ പെൺകുട്ടി ആപത്ഘട്ടത്തിൽ കാണിച്ച ധൈര്യം മാതൃകാപരമാണ്. രാജ്യത്തിനെതിരെ നടന്ന മനുഷ്യത്വരഹിതമായ ഈ ആക്രമണം മനുഷ്യരാശിയോടാകെയുള്ള വെല്ലുവിളിയാണ്. ജാതിയും മതവും വംശവും ദേശവും ഏതുമാകട്ടെ, മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവുമുള്ള ജീവിതമാണ്. എന്നാൽ ഭീകരവാദവും വർഗീയതയും പോലുള്ള മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ അതിന്റെ കടക്കലാണ് കത്തിവെക്കുന്നത്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ മനോഹരമായ കാശ്മീരിന്റെ ജീവിതം ഇനിയും രക്തപങ്കിലമായിക്കൂടാ. കാശ്മീരിൽ നിരപരാധികളുടെ ജീവനെടുക്കുകയും രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തിന് തക്കതായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. എല്ലാതരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധമുയർത്താനും സാഹോദര്യത്തിനും മാനവികതയ്ക്കുമായി നിലകൊള്ളാനും ഒരു സമൂഹമെന്ന നിലക്ക് നമുക്ക് സാധിക്കണം. വിദ്രോഹ ശക്തികൾക്ക് ഇന്ധനമാകുന്ന വിദ്വേഷ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി നാം ഓരോരുത്തരും ചെറുക്കേണ്ടതുണ്ട്. ഇനിയൊരു പഹൽഗാം ആവർത്തിക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാം. വിദ്വേഷ ചിന്താഗതികൾക്ക് സാന്നിധ്യമില്ലാത്ത സ്നേഹവും സാഹോദര്യവും വാഴുന്ന ലോകത്തിനായുള്ള മനുഷ്യരുടെ പോരാട്ടത്തിന് ഊർജമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അഭിവന്ദ്യനായ മാർപ്പാപ്പയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിമോചനത്തിനും ലോക സമാധാനത്തിനും വേണ്ടിയാണ് മാർപ്പാപ്പ പ്രവർത്തിച്ചത്. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന, തുല്യ അവകാശങ്ങളുള്ള, സ്വതന്ത്രവും സമാധാനപൂർണവുമായ ലോകത്തിനായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഈ മാസം 21-ന് കാസർകോട് തുടക്കം കുറിച്ചു. തുടർഭരണം ലഭിച്ചത് കണക്കാക്കുമ്പോൾ LDF സർക്കാർ 10ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ ഉൾപ്പെടെ ഓരോ കേന്ദ്രത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. സർക്കാർ വാർഷികത്തെയും അതോടൊപ്പമുള്ള പ്രദർശനമേളയെയും ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ്. ഒരു കൂട്ടർ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. സമസ്ത മേഖലയിലെയും വികസനവും അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് സർക്കാരിനൊപ്പം ജനങ്ങൾ നിലകൊള്ളുന്നതിനിടയാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനോടൊപ്പം ജനങ്ങൾ അണിചേരുന്നു എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിക്കിടയിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ദുഷ്പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്നാണ് ചിലരുടെ ചിന്ത. അതിന് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് വാർഷികാഘോഷങ്ങളിൽ എത്തിച്ചേരുന്ന ജനസാഗരം. കഴിഞ്ഞ
9 വർഷമായി നാട്ടിലുണ്ടായ മാറ്റങ്ങളുടെ ഗുണഭോക്താക്കളാണ് ഇവിടുത്തെ ജനങ്ങൾ. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ഇവിടെ നിലകൊള്ളുന്നു എന്നത് ഏതൊരു ജനവിഭാഗത്തിന്റെയും ആഗ്രഹ സഫലീകരണമാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് ഇതര സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെയും മാതൃകയായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള രാജ്യത്തിന് മാതൃകയാകുന്ന പദ്ധതികളാണ് നാം ഇവിടെ നടപ്പാക്കി വരുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, IT മേഖലകളിലും വൻകിട പദ്ധതികളുടെ കാര്യത്തിലും റോഡ് വികസനത്തിലും നമ്മുടെ നാട് മുന്നോട്ട് കുതിക്കുകയാണ്. അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിക്കൊണ്ടുള്ള 9 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. അടുത്ത ഒരു വർഷം അതിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിന്റെ ശക്തി. 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. മെയ് 2-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാവുകയാണ്. ഇതൊരു പുതിയ തുറമുഖത്തിന്റെ തുടക്കം കുറിക്കൽ മാത്രമല്ല, ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ പ്രാരംഭ മുഹൂർത്തവുമാണ്. ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തു നിന്ന് സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പുതിയ കാറ്റ് വീശാൻ തയ്യാറെടുക്കുന്ന ഒരു വൻകിട പദ്ധതി കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമായി യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിലെത്തി അവിടെ നിർമ്മാണ പുരോഗതിയും കമ്മീഷനിങ്ങിനുള്ള തയ്യാറെടുപ്പും നേരിട്ട് കണ്ടിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണിത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പ്രകൃതിദത്തമായ ആഴമുള്ള ഈ തുറമുഖം. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ 70% കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വലിയ തോതിലുള്ള വിദേശ നാണ്യ നഷ്ടവും വരുമാന നഷ്ടവുമാണ് രാജ്യത്തിന് ഇതുമൂലമുണ്ടായത്. വിഴിഞ്ഞം സജ്ജമാവുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തേക്ക് എത്തും. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണ്. നിലവിൽ ആകെ പദ്ധതി ചെലവിന്റെ 2/3 ഭാഗവും വഹിക്കുന്നത് കേരള സർക്കാരാണ്. നിർണായകമായ പുലിമൂട്ട് നിർമ്മാണം പോലുള്ള ഘടകങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ടിങ്ങോടെയാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള പുലിമുട്ടാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ചിരിക്കുന്നത്. 3 കിലോമീറ്ററോളം നീളത്തിലാണ് പുലിമുട്ടിന്റെ ആദ്യഘട്ടം. 28 മീറ്റർ ഉയരം വരുന്ന ഏകദേശം 9 നില കെട്ടിടത്തിന് തുല്യം ഉയരമുള്ള ഈ നിർമ്മിതി ഏത് കാലാവസ്ഥയിലും തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. 2023 ഒക്ടോബർ 15-ന് ഷൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു. 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്.
2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. 3 മാസത്തോളം നീണ്ടുനിന്ന ട്രയൽ റൺ വേളയിൽ തന്നെ 272 പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. ഈ ഘട്ടത്തിൽ തന്നെ 5.5 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും വിഴിഞ്ഞത്തെ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് വേഗതയും സുരക്ഷയും നൽകുന്നു. IIT മദ്രാസുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സുരക്ഷയും ഏകോപനവും ഉറപ്പാക്കുന്നു. BGF കരാർ ഒപ്പിട്ടതോടെ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം എന്ന പേർ തങ്കലിപികളാൽ എഴുതപ്പെടുകയാണ്. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ ചരക്ക് നീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് 1ാം സ്ഥാനത്ത്. പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി.